നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി മികച്ച ഫോമിൽ കളിക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. 2022 ഫൈനലിൽ കടന്ന അവർ 2023 5ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 2024 പ്ലേ ഓഫിൽ എത്താനും സഞ്ജു നയിക്കുന്ന റോയൽസിന് സാധിച്ചിട്ടുണ്ട്. 2022 മെഗാലയത്തിൽ നിന്ന് മികച്ച സ്ക്വാഡിന് ലഭിച്ചതായിരുന്നു രാജസ്ഥാന്റെ കുതിപ്പിൽ നിർണായകമായത്. എന്നാൽ 2025 സീസണിന് മുന്നോടിയായി നടന്ന IPL മെഗാലയലം രാജസ്ഥാനെ സംബന്ധിച്ച് അത്ര മികച്ചതായിരുന്നില്ല. മെഗാലയലത്തിൽ ഇത്തവണ ഏറ്റവും മോശമായി ഇടപെട്ട ടീമുകളിലൊന്നും രാജസ്ഥാൻ റോയൽസ് ആണ്. താരലേലത്തിന് മുൻപ് 6 താരങ്ങളെയായിരുന്നു രാജസ്ഥാൻ നിലനിർത്തിയത്. ഇതുമൂലം പേഴ്സ് ബാലൻസിൽ കുറവ് വന്നതും റോയൽസിന് തിരിച്ചടിയായി. അതേസമയം ഏതാനും മികച്ച താരങ്ങളെ രാജസ്ഥാൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സ്ക്വാഡിൽ അടിമുടി മാറ്റം വന്നിരുന്ന സാഹചര്യത്തിൽ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ലെ 1ാം ചോയ്സ് വിദേശ താരങ്ങൾ ആരൊക്കെയായിരിക്കുമെന്ന് ആകാംക്ഷ ആരാധകർക്കുണ്ട്. പരമാവധി 4 വിദേശ താരങ്ങളെയാണ് ഒരു ടീമിന് പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താൻ സാധിക്കുക. കഴിഞ്ഞ സീസണിൽ ജോസ് ബട്ട്ലർ, ഷിംറോൺ ഹെറ്റ്മെയർ, റോമാൻ പവൽ, ട്രെന്റ് ബോൾട്ട് എന്നിവരായിരുന്നു രാജസ്ഥാന്റെ പ്ലേയിങ് 11-ലെ പ്രധാന വിദേശികൾ. അടുത്ത സീസണിൽ സഞ്ജുവിന്റെ 1ാം ചോയ്സ് വിദേശ കളിക്കാർ ആരൊക്കെയായിരിക്കുമെന്ന് വിശദമായി നോക്കാം. കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന വിദേശ താരങ്ങളിൽ ഷിംറോൺ ഹെറ്റ്മെയറെ മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയത്. 2022 മുതൽ രാജസ്ഥാനൊപ്പമുള്ള ഈ വെസ്റ്റ് ഇൻഡീസ് താരം ടീമിന്റെ വിശ്വസ്ത ഫിനിഷറാണ്. വരും സീസണിലും ടീമിന്റെ ബാറ്റിംഗ് നിരയിലെ പ്രധാനിയായിരിക്കും ഹെറ്റ്മെയർ. മറ്റു വിദേശ ബാറ്റർമാർ സ്ക്വാഡിൽ പോലും ഇല്ല എന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ അടുത്ത സീസണിലെ മുഴുവൻ മത്സരങ്ങളിലും ഹെറ്റ്മെയർ രാജസ്ഥാന്റെ പ്ലേയിങ് 11-ൽ എത്താനാണ് സാധ്യത. അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന തുറുപ്പുചീട്ടുകളിൽ ഒന്നാകും ജോഫ്ര ആർച്ചർ. ഇംഗ്ലണ്ട് സൂപ്പർ താരമായ ആർച്ചറെ മെഗാലയലത്തിൽ നിന്ന് 12.5 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. 2018-21 കാലയളവിൽ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഭാഗമായിരുന്നു ആർച്ചർ. മത്സരത്തിന്റെ ഏതു സമയത്തും വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ സാധിക്കുന്ന ആർച്ചർ വാലറ്റത്ത ബാറ്റിംഗ് വെടിക്കെട്ട് നടത്താനും കെൽപ്പുള്ള ഒരു താരമാണ്. പരിക്കോ ഫിറ്റ്നസ് പ്രശ്നങ്ങളോ അലട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത സീസണിലെ എല്ലാ കളികളിലും രാജസ്ഥാൻ റോയൽസ് പ്ലേയിങ് 11-ൽ ആർച്ചറെ കാണാൻ സാധിക്കും. ശ്രീലങ്കൻ സ്പിന്നറായ വനിന്ദു ഹസരംഗയും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ലെ പ്രധാനികളിൽ ഒരാളാകും. ഇത്തവണത്തെ മെഗാലയലത്തിൽ 5.25 കോടി രൂപയ്ക്കായിരുന്നു ഹസരംഗയെ രാജസ്ഥാൻ റാഞ്ചിയത്. ഹസരംഗയെ മുൻനിർത്തിക്കൊണ്ടുള്ള സ്പിൻ ആക്രമണമാകും അടുത്ത സീസണിൽ രാജസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയെന്ന് ഉറപ്പ്. ബാറ്റിംഗിലും തിളങ്ങാൻ സാധിക്കുന്നതിനാൽ തന്നെ ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായിരിക്കും ഈ താരം. മറ്റൊരു ശ്രീലങ്കൻ താരമായ മഹേഷ് തീക്ഷ്ണയും രാജസ്ഥാന്റെ 1ാം ചോയ്സ് വിദേശ താരങ്ങളിൽ ഒരാളാകും. മിസ്റ്ററി സ്പിന്നർ എന്ന ടാഗ്ലൈനുള്ള ഈ താരത്തെ 4 കോടി 40 ലക്ഷം രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ റോയൽസ് മെഗാലയലത്തിൽ സ്വന്തമാക്കിയത്. ഹസരംഗയും തീക്ഷ്ണയും ചേർന്നുള്ള ബൗളിംഗ് ആക്രമണമാകും ഈ കുറി രാജസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും.